നമസ്കാരം. സഫലമീ യാത്രയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളുടെ നേർക്കാഴ്ചകളുമായി കനൽ വഴികൾ താണ്ടിയ ഒരു വിശിഷ്ട വ്യക്തിയാണ്. 43 വർഷം UAE രാഷ്ട്രത്തിൻ്റെ അത്രയും തന്നെ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിരിക്കുന്ന ഈ 43 വർഷം ഇവിടെ താമസിച്ച് തൻ്റെ 14ാമത്തെ വയസ്സിൽ ഇവിടെ എത്തിയ ഒരു വിശിഷ്ട വ്യക്തിയുടെ ജീവിത വിജയത്തെ പറ്റിയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ പേര് ഷാഹുൽ ഹമീദ് സാഹിബാണ്. അദ്ദേഹത്തെ സഫലമീ യാത്രയുടെ ഈ എപ്പിസോഡിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യാം. നമസ്കാരം. താങ്കളെപ്പറ്റി കുറച്ച് കൂടുതൽ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എവിടുന്ന് തുടങ്ങി എവിടെ എത്തി എന്നുള്ളതിനെ പറ്റി ഒന്ന് പറയാം. തുടങ്ങാന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ നമ്മൾ 2ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് തന്നെ വളരെ വലിയ പരാബ്ദമായിരുന്നു. കാരണം പട്ടിണിയാണെങ്കിൽ അന്ന് വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. പിന്നെ സ്കൂളിൽ എപ്പോഴെങ്കിലും പോകുമ്പോൾ അവിടുന്ന് ഉപ്പുമാവ് ഉണ്ടാവും. അതാണ് നമ്മുടെ മെയിൻ ഭക്ഷണം. അതില്ലെങ്കിൽ അതുമില്ല. പിന്നെ അങ്ങനെ നാട്ടിൽ എന്തെങ്കിലും ഇങ്ങനെ വല്ല മരത്തിൽ കയറി തേക്കിൽ ഒടിക്കുക, കടയിൽ കൊണ്ടു കൊടുക്കുക, മീൻകാർക്ക് കൊണ്ടു കൊടുക്കുക, ഇങ്ങനെ ആയിട്ട് ചിലവഴി അങ്ങനെ പോകും. അങ്ങനെ ജീവിതം അവിടെ നിന്നാണ് തുടങ്ങിയത്. അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി. പിന്നെ സ്കൂൾ അടക്കും. 2 മാസം കൂടുമ്പോൾ വെക്കേഷൻ അടക്കുന്ന സമയത്ത് നമുക്കൊന്നുമില്ല. പിന്നെ നമ്മുടെ വാപ്പക്കാണെങ്കിൽ ജോലിയുമില്ല. ഇയാൾ പിന്നെ ഈ തിരപ്പം കെട്ടി പോകുന്ന പണിയാണ് പോയാൽ. മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ആ പണിയും തിന്നും. എപ്പോഴെങ്കിലും ഒരു പണി ഉണ്ടാവും. അതുകൊണ്ട് ജീവിതം കഴിയാൻ കഴിയില്ല. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാനിങ്ങനെ നാട് വിട്ടു പോയിരുന്നത്. നാട് വിടാന്നുള്ളൊരു ഓർമ്മ ഒന്നുമില്ല. നമുക്കാകെ വിശപ്പാണ്. വിശപ്പ് മാറ്റണം. അതിനെന്തെങ്കിലും ഒരു മാർഗ്ഗമാണെന്ന് വിചാരിച്ചാൽ അങ്ങനെ നടന്ന് അങ്ങനെയൊക്കെ കറങ്ങി നടക്കും. ചെറിയൊരു ഗ്രാമത്തിൽ അങ്ങനെയൊക്കെ പോകും. പേടി കൊണ്ട് പുറത്ത് പോകാൻ. പിന്നെ എന്തോ ഒരു ധൈര്യത്തിന് അങ്ങ് നടന്നു. അപ്പം ഞങ്ങൾ താമസിക്കുന്ന കൊടിയത്തൂർ ഒരു ചെറിയൊരു ഗ്രാമമാണ്. കോഴിക്കോട് ജില്ലയിൽ കൊടിയത്തൂർ പഞ്ചായത്തിൽ ഒരു ചെറിയൊരു ഗ്രാമത്തിനുള്ളിലാണ്. ഗ്രാമം എന്നാണ്. അതിന് ഇരുവഴിഞ്ഞിപ്പോയാൽ തന്നെ പോയമ്പാലി വക്കിൽ ഒരു 3 സെൻറ്റ് ഭൂമി മാത്രം. അതിലൊരു ചെറിയ കൂര. മഴ പെയ്താൽ പിന്നെ എല്ലാം കണക്കാം. അപ്പം പിന്നെ ഇതെല്ലാം കൂടി ആകുമ്പോൾ നമുക്കൊരു വലിയ പ്രാരാബ്ധമായിട്ട്. ഇടയ്ക്ക് ബേപ്പൂര് ഉരു പണിയുന്നിടത്ത് പോയെന്ന് ഞാനിങ്ങനെ അറിഞ്ഞു. അതങ്ങനെ ഞാൻ പിന്നെ കൊടിയത്തൂരിൽ നിന്ന് അങ്ങ് വിട്ടതാണ്. അങ്ങനെ ഇന്ന സ്ഥലമൊന്നുമില്ല. അങ്ങനെ ഞാൻ കൊടിയത്തൂരിന് പോയാൽ നീന്തി. നീന്താനൊന്നും അത്ര വലിയതൊന്നുമില്ല. ഏതായാലും ഒരു ധൈര്യത്തിന് പോയാക്കരടക്ക് നീന്തി. അങ്ങനെ കൂളിമാല എന്ന സ്ഥലമുണ്ട്. അവിടേക്ക് പോയി പറ്റി. അവിടുന്ന് മാവൂർ വഴി അങ്ങ് നടന്നു. മാവൂർ വരുമ്പോൾ കറുത്ത റോഡാണ്. അപ്പോൾ ഇത് കാണാനൊക്കെ നമുക്കൊരു ഇത് റോഡ്, മറ്റേത് ചെമ്മൺപാത റോഡ്. നമ്മൾ അതായിട്ട് കാണുന്ന റോഡ് വേണമല്ലോ. അപ്പോൾ അതിലെങ്ങനെ നടന്നു വരും. കുറേ ക്ഷീണിക്കുമ്പോൾ എവിടെയെങ്കിലും വല്ല കിണറോ പൈപ്പോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് വെള്ളം കുടിക്കും. പിന്നെ അങ്ങനെ നടക്കും. പണി അന്വേഷിക്കാനൊരു പേടിയും. പിന്നെ അങ്ങനെ നടന്നങ്ങ് ടൗണിലെത്തി. ചെറുപ്രായമല്ലേ, 14 വയസ്സല്ലേ ഉള്ളൂ. അങ്ങനെ കോഴിക്കോട് നടക്കാവിലാണ് നടന്നെത്തുന്നത്. അവിടുത്തെ ഏതാണ്ട് ഇരുടായി കടകളൊക്കെ അടച്ച് ഒരു പെട്ടിപ്പീടിൻ്റെ പുറത്ത് കിടന്നു. ചെറിയ ചാലുണ്ട്, അവിടെ കിടന്നു.
അവിടെ അങ്ങനെ കടന്ന് ഒരു രാത്രി ഒരു 2-2:30 മണിയായിട്ടുണ്ടാവും. ചെറിയ ചാറൽ മഴയുണ്ട്, പുറത്തുനിന്ന് ഇങ്ങനെ ആൾക്കാർ മുട്ടുന്നു. ഞാൻ വിചാരിച്ചു ഇതെന്ത് മുട്ട, നമ്മളത്ര ശ്രദ്ധിക്കുന്നില്ലല്ലോ, നമ്മളിങ്ങനെ ഒരു ഇതില്ലല്ലോ. നമുക്ക് 2 പോലീസുകാരാണ്. പോലീസുകാർ എന്താ കിടക്കുന്നത് എങ്ങനെയെന്നൊക്കെ ചോദിച്ചു. അമ്മ ഇങ്ങനെയൊക്കെ വന്നതാണ്. പിന്നെ എന്തോ അവലെന്നെ പിടിച്ച് അവിടെ നടക്കാവിലെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടിട്ട്. അങ്ങനെ അവിടുന്ന് രാവിലെ 10 മണി വേണം SI വരണമെങ്കിൽ. നമുക്ക് SIയും ഇതൊന്നും നമുക്കറിയാം, പോലീസിനൊരു പേര് മാത്രമേ അറിയുള്ളൂ, SI ഒന്നും അറിയില്ലല്ലോ. SI വന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് എന്താണെന്നൊക്കെ. അപ്പോൾ മനസ്സിൽ പേടിയാണ്, കാരണം ഇതിനുള്ളിൽ കുറേ ആൾക്കാർ കൊണ്ടുവന്നിട്ടാണ്, പലതരത്തിലുള്ള ഒച്ചയും അടിമുടിയൊക്കെ കേൾക്കുന്നുണ്ട്. നമ്മളാകെ തകർന്നു. അങ്ങനെ കൂടി കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന SI കാര്യങ്ങൾ അറിഞ്ഞ് അപ്പം വിഷപ്പൊക്കെ കണ്ട് പറഞ്ഞാൽ പിന്നെ അയാൾ വിട്ട്. അങ്ങനെ ആ വരവാട് പോയി. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് പോയതാ. നടന്ന് ബേപ്പൂർ, പിന്നെ പോക്കാട് പോയി. ബേപ്പൂരെത്തിയപ്പോഴത്തേന് നമ്മൾ പറ്റേ തമിഴ്ന്ന് വിശന്ന് അങ്ങനത്തെ. അവിടെ ചെന്ന് വലിയ വലിയ ഉരുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ ഉരുന്നൊന്നും എനിക്കറിയില്ല, കാരണം വലിയ നമ്മൾ ചെറിയ ചെറിയ തോണിയേ കണ്ടുള്ളൂ. അപ്പോൾ വലിയ വലിയ തോണിയൊക്കെ കണ്ടാൽ ഞാൻ വിചാരിച്ചിരുന്ന ഇത് ഒന്ന് കാണാം, വിശപ്പുണ്ടെങ്കിലും നമുക്ക് കാണുമ്പോൾ ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. അങ്ങനെ പോയി നോക്കി. അപ്പോൾ ചെന്നെന്നുള്ളൊരു ഇത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പോൾ എൻ്റെ അവസ്ഥ അവിടെയുള്ള ആൾക്കാർക്ക് ഉണ്ട്. അവിടെ ഒരു കർപ്പനാസാരി എന്നൊരു ആളുണ്ട്. അയാളും മക്കളും ഈ ഉരൊക്കെ ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ അയാൾ വേഗം എന്തെങ്കിലും വിശപ്പിന് കഞ്ഞും പോലെ എന്തെങ്കിലുമൊക്കെ തിന്ന് അത് കുടിച്ചതിന് ശേഷമാണ് നമുക്ക് ജീവൻ വന്നത്. കഞ്ഞി കുടിച്ചപ്പോൾ ഒരു അമൃത് പോലെയായിരുന്നല്ല ഒരു ജീവൻ വന്നത്. അപ്പോൾ അയാൾ ചോദിച്ചു, അയാൾക്കറിയാം ഈ കുട്ടികളൊക്കെ ഇങ്ങനെ നാട് വിട്ട് ഇങ്ങനെ വരുന്നതിനോട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് അയാൾക്ക് അറിയുന്ന തോന്നുന്നുണ്ട്. ഞാൻ അയാൾ കൂടെ അങ്ങ് കൂടി. പിന്നെ അങ്ങനെ കൂടി ആൾ എൻ്റെ മാതിരിയുള്ള മക്കളൊക്കെ ചെറുതായിട്ടുണ്ട്, എല്ലാം കൂടി ചുറ്റുപിന്നെ അവിടെ കൂടെ അങ്ങ് കൂടി. പിന്നെ അവരിങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ ഞാനിങ്ങനെ തീ കത്തിക്കാനും. പിന്നെ മീൻ പിടിക്കുന്ന കാര്യത്തിൽ നമ്മൾ വലിയ വില്ലനാണ്, നാട്ടിൽ പോയാൽ വക്കീലാണല്ലോ. അപ്പം വേപ്പൂരിറങ്ങും, മീൻ പിടിക്കും, ഇവർക്ക് കറി ഉണ്ടാക്കി കൊടുക്കും, ചോറുണ്ടാക്കും. അങ്ങനെ ഒരു പേരെ കൂടെ അങ്ങ് നിന്ന് കുറേ ചാസാരി പണി അതിൻ്റെ ഇടയിൽ പഠിച്ചു. ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഉരുവിൻ്റെ ഒറിജിനൽ മുതലാളി വരുന്നത്. ഞാൻ അറിയില്ല അയാളെ. ഒരു വലിയ കാറിൽ അയാൾ വന്നിറങ്ങി. അപ്പോൾ കാറ് കാണാൻ ഞാൻ ഇങ്ങനെ നോക്കിയേക്കാം. അപ്പോൾ അയാൾ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് ഹാജി മസ്താനായിരുന്നു. ഓ, അതൊരു വലിയ അനുഭവമാണ്. അപ്പോൾ നമ്മൾ ആളറിയില്ലല്ലോ. അയാളിങ്ങനെ വന്ന് അപ്പോൾ ഉച്ചയ്ക്ക് ചോറ് സാധാരണ ഉണ്ടാക്കുന്ന ചോറുണ്ട്, ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അയാൾ ചോറിനാൽ അയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ 1-2 ദിവസം അയാൾ അവിടെ ഉണ്ടായിനി. ഈ 2 ദിവസം ഞാൻ ഇതിൻ്റെ മുതലാളിയാണെന്ന് അറിഞ്ഞതിന് ശേഷം കുറച്ച് കൂടുതൽ ഉണ്ടാക്കി. എന്തൊക്കെ ഉണ്ടാക്കി എനിക്ക് അറിയൊന്നുമില്ല ഉണ്ടാക്കുന്നത്, എന്നാലും എന്തെങ്കിലുമൊക്കെ അത് ഉണ്ടാക്കും. പക്ഷേ ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഇഷ്ടമായ ആളിനോട് പറഞ്ഞ് ഇങ്ങനെ എന്നാലും പേര് ഇത് കാര്യങ്ങളൊക്കെ ചോദിച്ചാൽ പിന്നെ അസനോട് ചോദിച്ചറിഞ്ഞ് അങ്ങനെ ആൾ പറഞ്ഞ് ഇങ്ങനെ വന്നതാണ്. അപ്പം സ്കൂൾ പോകാതെ വന്നതാണ്, എല്ലാവർക്കും അറിയാം. അല്ല നമ്മൾ പാരാവുന്ന കൊണ്ടാണ് നമ്മൾ പോയത്. അപ്പോൾ അയാൾ 100 റുപ്യ തന്നെ നമ്മൾ കണ്ടിട്ട് പോലും ജന്മത്തിൽ പോലും കണ്ടിട്ടില്ല. 100 റുപ്യ ആശാൻ്റെ ഈ കൊടുത്തിട്ട് ഇവനക്ക് പാൻറ്റും ഷർട്ടൊക്കെ വാങ്ങിക്കൊടുക്കണമെന്ന്. അങ്ങനെ ഇയാൾ കോഴിക്കോട് കൊണ്ട് അവിടെ നമ്മൾ മൊയ്തീൻ പള്ളീൻ്റെ അവർ ഓർമ്മ എടുക്കും. എനിക്ക് മൊയ്തീൻ പള്ളീൻ്റെ കൊണ്ട് പാൻറ്റും ഷർട്ടൊക്കെ വാങ്ങി തന്ന് പിന്നെ വരെ കൂടി. പിന്നെ അത് നേരെ വരുന്ന ഒരു പണി കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് നിന്ന് അവിടുന്ന് ഈ പ്ലൈവുഡ് മരങ്ങളൊക്കെ കീർന്നിട്ട് ബോംബെയിൽ വരും, ദാറൂഖാന എന്ന സ്ഥലത്ത്. ബോംബെയിൽ ആദ്യമായിട്ടായിരിക്കുമല്ലോ പോകുന്നത്. നമുക്ക് ബോംബെയിലൊന്നും അറിയില്ലല്ലോ, എന്താ ബോംബെയൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ദാറൂഖാനയിലവിടെ വന്ന് അന്ന് വരുന്ന ദിവസം പിന്നെ ഇയാൾ അവിടേക്ക് വന്ന് ഹാജി മസ്താൻ പിന്നെ ഈ ഇവിടെ നിന്നോ. പിന്നെ ദോസ്താനെ ഒരു റോസിനി എന്നൊരു വലിയ ബോട്ടുണ്ട്, ഇവിടെ ഗൾഫിലേക്ക് വരുന്നതാണ്, നമുക്ക് ഗൾഫ് അറിയില്ല. അപ്പോൾ അതിലെനിക്ക് പണി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ്. അതിന് മുമ്പ് തന്നെ ബേപ്പൂരിൽ നിന്ന് അയാൾ പറഞ്ഞു ഇന്ന ബോംബെക്ക് കൊണ്ടുപോകും, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്ന ആളാണ് എന്നൊക്കെ അയാൾ പറഞ്ഞു വരുന്നതുകൊണ്ടൊക്കെ. അപ്പോൾ പിന്നെ അതൊന്നും ഇതില്ലല്ലോ. അങ്ങനെയാണ് ആൾ പിന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ബോംബെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹാജി മസ്താൻ അവിടെ വെച്ച് താങ്കൾ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? അവിടുന്ന് വരും, ഇടയ്ക്കിടയ്ക്ക് വരും. അയാൾക്കാൾ ആ ഭാഗത്ത് വരുമ്പോൾ ചായയും വന്നാൽ ഭക്ഷണം കഴിച്ചാൽ കുറച്ചാൾ കിടക്കും. മറ്റുള്ള പണിക്കാരൊക്കെ ഉണ്ടാകും, ഗുജറാത്തികളാണ് എല്ലാവരും. ഇപ്പോൾ ബേപ്പൂരിൽ പോകുമ്പോൾ തന്നെ ഗുജറാത്തികളാണ് ഉള്ളത്. എനിക്കൊരു ഭാഷ അറിയില്ല, മലയാളം മാത്രമല്ല അറിയുള്ളൂ. അപ്പം ബേപ്പൂരിൽ നിന്ന് തന്നെ ഇന്ന ബോട്ടിൽ കയറ്റി ഇതിൽ ചോറ് വെച്ചോ തന്നെ ഗുജറാത്തിൽ കുറേ പിന്നെ ഒരു കൂടും ചപ്പാത്തിയും മറ്റുള്ള ഈ ജുവാജി. അപ്പം ഇത്തരം പലഹാരങ്ങൾ അല്ലെങ്കിൽ ഇത്തരം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇതിനോടൊക്കെ പഠിച്ചു കഴിഞ്ഞാണോ അല്ലേ? ഇല്ല, വെറും ചോറും കാര്യം മാത്രമേ ഇവിടെ പഠിക്കുകയുള്ളൂ. പിന്നെ ഈ ഗുജറാത്തികളാണ് കയറുന്നത്. ഗുജറാത്തിൽ മെയിൻ പണിക്കാരൊക്കെ ഗുജറാത്തികളാണ്. അപ്പം അവരെ കൂടെ കയറിയിട്ട് ഈ ഹിന്ദി പഠിച്ചത്. അങ്ങനെയാണ് മംഗലാപുരം വന്ന്, മംഗലാപുരത്ത് നിന്ന് ബോംബെ വന്ന് പിന്നെ മോളെ ഇവിടെ സെറ്റായി. ബോംബെ വന്നാൽ ഇവരൊക്കെ പോയി, ഞാൻ ഒറ്റക്കായി. ഇവിടെയൊക്കെ ഓരോ നാട്ടിൽ പോയി. അപ്പോൾ എന്നോട് പറഞ്ഞ അയാൾ ഇനി ഇവിടെ നിന്നോ, ഇവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്നാൽ പൈസ ഒക്കെ നിന്ന് അവിടെ ഭക്ഷണം കഴിച്ച് അങ്ങനെ നിൽക്കുക. അങ്ങനെ ഒരു 2 മാസം പോലും ഞാൻ ഇതിൽ നിന്ന് ഒറ്റക്ക് ബോംബെയിൽ. അങ്ങനെ കാര്യമൊക്കെ കറങ്ങിയടിച്ച് വരും, അവിടെ നിൽക്കും. ഈ 2 മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വേറെ ഈ റോസിനി തന്നെ
ബോട്ടിലെ ചോറൊക്കെ ഈ നമ്മുടെ ഈ ഗൾഫിലേക്ക് പോകുന്ന ഗൾഫിലേക്ക് വരുന്നത്. അത് ഗൾഫ് എന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ കേട്ടിട്ട് നമ്മൾ എനിക്ക് ഒറ്റ അത് ഈ പത്തേമാരിയാണോ അതോ ഉരുവാണോ? പത്തേമാരി ചെറിയ അത് പക്ഷേ പായിലാണ് ഇവിടെ വന്നിട്ട് പായിലാണ് വരുന്നത്. ഇവിടെ വന്നിട്ട് ഇഞ്ചനൊക്കെ ഫിറ്റ് ചെയ്ത് വരുന്നവരുണ്ട്, ലൈസൻസുകാരും ഉണ്ട്. നമുക്കിപ്പോൾ സൗദിനെ മാത്രമേ അറിയുള്ളൂ. കാരണം ഹജ്ജിന് പോകുന്ന പരിപാടികൾക്ക് മക്ക മദീന മാത്രമേ ഞങ്ങൾ അറിയുള്ളൂ. അപ്പം പിന്നെ ഇതിലുള്ള ഗുജറാത്തിലൊക്കെ പറയുന്നത് എന്നോട് ഇങ്ങനെ ഗൾഫിലേക്ക് പോവാണ്, അറബ് രാജ്യമാണ്, അങ്ങനെ അറബികളാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയൊരു പിടുത്തം കിട്ടിയില്ല അറബികൾ ആരാന്നൊക്കെ. അതുപോലെ ഇങ്ങനെ പറയും, പക്ഷേ എനിക്ക് മനസ്സിലാകുകയില്ല. അങ്ങനെ കൂടിയായി പിന്നെ അങ്ങനെ വന്ന് അങ്ങനെ എനിക്ക് ID കാർഡ് ഉണ്ടാക്കണം ഗൾഫിലേക്ക് പോകാനെങ്കിൽ. അങ്ങനെ നമ്മുടെ നാട്ടിൽ ID കാർഡ് ഉണ്ടാക്കാനുള്ള പ്രായമായിട്ടുമില്ല. മംഗലാപുരത്ത് ഞാൻ ശ്രമിച്ചാൽ കിട്ടിയുമില്ല. അങ്ങനെ ഇയാൾ ഗുജറാത്തിൽ ജാംനഗർ എന്ന സ്ഥലമുണ്ട്, അവിടുന്ന് ഈ ഗുജറാത്തിൻ്റെ ഒരു നാക്കോ എന്ന് പറയും നമ്മളെ വില ഗുജറാത്തി ഭാഷയിൽ. ഈ ക്യാപ്റ്റന് ഇതിൽ ബോട്ടിലൊരു കാര്യപ്പെട്ട ആളാണ്. അപ്പോൾ ആളുണ്ടാക്കി കൊണ്ടുവന്ന് അങ്ങനെ അതിൽ കൊണ്ട് പോകുന്ന 46-ാം ദിവസം അവിടെ എത്തി. 46 ദിവസം എടുത്തു. അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അതിനിടയ്ക്ക് മറിയുന്നുണ്ട്, പോകുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. ഒരു ചെറിയൊരു മരണം കഴിഞ്ഞ് തിരിച്ചു പോന്നാ. ഓ, അതെങ്ങനെയായിരുന്നു? അതിൻ്റെ ഒരു ആഴക്കടലിൽ വെച്ചായിരുന്നോ അതോ? അത് ആഴക്കടലിൽ വെച്ച് ഈ പായ് കിട്ടും. വലിയ കാറ്റ് തിരിഞ്ഞ് വരുമ്പോൾ ഈ പായകളുണ്ടല്ലോ, ഈ പായകൾ ഞങ്ങൾ ഇങ്ങനെ വെച്ച് കെട്ടിയിട്ട് ഒറ്റക്കോലാക്കും. അപ്പോൾ പിന്നെ ബോട്ട് ഇങ്ങനെ അതിലാണ് നിന്നുള്ളൂ, ഒരു ഇങ്ങനെ ലെവലിൽ നിൽക്കും. അല്ലെങ്കിൽ ഈ പായ് മറിഞ്ഞോളും. അങ്ങനെ എല്ലാവരും മേളിൽ കയറും. അപ്പം ഏറ്റവും മുകളിൽ കയറുന്നത് ഞാനാണ്. എല്ലാത്തിനും ധൈര്യവാനാണ് ഞാൻ, എവിടെയും കയറാൻ. ഏറ്റവും മുകളിൽ കയറി അങ്ങനെ പായ് കെട്ടണമെങ്കിൽ പെട്ടെന്നൊരു കാറ്റിട്ട് വന്നതിൽ ഞാൻ തെറിച്ചട് പോയി. പോയിട്ട് വീണത് ഇതിൻ്റെ ലാസ്റ്റ് ഈ ഇരുമ്പൊക്കെ വെള്ളത്തിലേക്ക് ഇരുമ്പ് താത്തുന്ന ആങ്കർ എന്ന് പറയും. ആങ്കർ താത്തുന്നതിൻ്റെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, അയ്മലേക്ക് പിടുത്തം കെട്ടി. അല്ലെങ്കിൽ അന്ന് ഒരുപാട് ആൾ മരിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ഈ കൂട്ടത്തിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്നല്ല, വേറെ പല ബോട്ടിൽ നിന്ന് ഇതേ അപകടം വന്ന് ഒരുപാട് ആൾ മരിച്ചു പോയിട്ട് നമ്മളിങ്ങനെ വരുമ്പോൾ കാണാം ശവം അങ്ങനെ പൊന്തി കിടക്കണമൊക്കെ. ഞാൻ ഒരു ചെറിയൊരു നൂല് പോലത്തെ അത് ഈ ആങ്കർ കെട്ടി ടൈമിൻ്റെ ഒരു പിടുത്തങ്ങൾ കിട്ടി. ഈ പിടുത്തം കിട്ടിയപ്പോൾ ഞാൻ ബോട്ടുമേലും പിടിച്ച്. എല്ലാവരും കാണുന്നില്ല, ഇത് രാത്രിയിലെ സംഭവം. മറ്റുള്ളവരൊക്കെ ഞാൻ പായ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. കാരണം ഈ കാറ്റ് വീഴുമ്പോൾ വീണു പോകുമല്ലോ. പക്ഷെ ഞാൻ തീർച്ചയായും കാരണം ഏറ്റവും മുകളിലുള്ള ഞാനാണ്. ഇതിന് ഈ ഇത് നിൽക്കുന്നത് ഇങ്ങനെയാണല്ലോ, ഇത് നിലത്ത് ഇങ്ങനെ കുത്തുമ്പോണ്ടല്ലോ തീർച്ചയായിട്ടും വരുന്നു. അതിന് ഞാൻ തീർച്ചയായും അങ്ങനെ എന്തോ ഭാഗ്യത്തിന് അങ്ങനെ തൂക്കി പിടിച്ചു. അപ്പോൾ ഇതിനകത്ത് പിന്നെ രണ്ടാമത് കയറി. അല്ലാതെ പിന്നെ പറ്റിപ്പിടിച്ച് ആങ്കർ കൂടിയൊക്കെ പറ്റിപ്പിടിച്ച് എല്ലാം കയറി ഇതിങ്ങനെ ആടി കളിച്ചല്ലേ. അങ്ങനെയൊക്കെ ആ ധൈര്യത്തിന്. രാത്രിയാണ് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്ന്? അന്ന് രാത്രിയാണ്. കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിനകത്ത് കൊണ്ടുപോകായിരുന്നു? ഭക്ഷണം കാര്യമൊക്കെ ഇതിലുണ്ടാവും. ഞാൻ ഭക്ഷണം ഉണ്ടാക്കും, ഈ പണി കൊടുക്കും, എല്ലാത്തിനും ഞാൻ ചാടി പോകും. എല്ലാത്തിനും ധൈര്യം. അതിനുള്ള എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ വെള്ളത്തിൽ. അങ്ങനെ 46 ദിവസം കൊണ്ട് എവിടെയാണ് എത്തിയത്? UAE ഷാർജയിൽ വന്ന് ഷാർജയിൽ നിന്ന് ഒരു 10-15 കിലോമീറ്റർ ദൂരെ അവിടെ ആങ്കറിട്ട് നിർത്തി. പിന്നെ അവിടെ ഇത് നമ്മളെ ഇന്ദിരാഗാന്ധിൻ്റെ അടിയന്തരാവസ്ഥ ഇറങ്ങിയ അവിടെ തന്നെയാണ്. അങ്ങനെ കുറച്ച് ദിവസം അവിടെ നിർത്തി. പിന്നെ ഓരോരുത്തരെ കാണുന്നില്ല. എന്ത് ചെയ്തവരൊക്കെ? ഞങ്ങൾ പോകുന്ന ആകെ മൊത്തം 9 ആളുണ്ടായിന്. നാക്കോനും പിന്നെ മറ്റു പണിക്കാരൊക്കെ ഉണ്ടായിന്. ഓരോരുത്തർ ഇങ്ങനെ ഇറങ്ങി പോകണു. അവസാനം ഞാൻ മാത്രമായി. എനിക്ക് പോകേണ്ട സ്ഥലമില്ല, അറിയില്ല, കയ്യിലൊരു പൈസയില്ല. നമ്മൾ ഇട്ടെടുത്ത വേണ്ട സ്ഥലത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അവസാനം വെള്ളവും തീർന്നു. അപ്പോൾ ഇനി ചെറിയ തോണി ഞങ്ങൾ കൂടെ എക്സ്ട്രാ ഉണ്ടാവും. ചെറിയ തോണി കരുക്കരും കിടക്കാണ്. അതിന് ഞാൻ കരുക്കട് കിടന്ന് എന്തായാലും നിൽക്കില്ല. ഇങ്ങനെ കിടക്കാൻ പേടിയുണ്ട്. കാരണം ദൂരെ ഇങ്ങനെ പോകണതാണ് അറബികൾ ഇങ്ങനെ നടന്നു പോകണതാണ്. കാരണം അറബികളൊക്കെ അങ്ങനെ ആക്കും മറ്റവർ എന്നെ പേടിപ്പിക്കുകയും ചെയ്തത് ഇറങ്ങരുതെന്നൊക്കെ. അങ്ങനെ എന്നിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ഒരു മൂക്കിന് കൊട്ടൊക്കെ കെട്ടിയ ഒരു അറബി തള്ളങ്ങനെ നോക്കി. അപ്പോൾ ഇങ്ങനെ കാരണം പേടിയുണ്ട്. കാരണം ഇതിനെ കണ്ടാൽ തന്നെ നമ്മൾ പെട്ടെന്ന് പേടിച്ച് മൊത്തം കറുപ്പും നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്തൊരു സംഭവമാണല്ലോ. കാരണം മൊത്തം കറുപ്പും നന്നായിട്ട് പൊതിഞ്ഞല്ലേ, പേടിയുമുണ്ട്. അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ അത് ഇങ്ങനെ പിടിച്ച് കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് ഭാഗം പറഞ്ഞുകൊള്ളു. പക്ഷേ അതിന് മനസ്സിലായി കാണും ഇതൊന്നും അറിയാതെ തിരിഞ്ഞു വെച്ചാണ് ആ ബോട്ട് വന്നാണ്. ഞാൻ അങ്ങനെ അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇതിലാണെന്നൊക്കെ ഞാൻ പറഞ്ഞു. ഇത് വെട്ടില്ല, അങ്ങനെ കൊണ്ടുവരിക. അതിലൊരു മൂസാക്കാന്ന് പറഞ്ഞൊരാളുണ്ട്. പിന്നെ പേര് മനസ്സിലായി. ഈ ചായ അന്നത്തെ കാലം കിട്ടിലി ഒരു ബക്കറ്റിൽ ഗ്ലാസും ഒരു കിട്ടിലിൽ ചായ ആയിട്ട് ഇങ്ങനെ നടക്കും. അപ്പോൾ അയാളുടെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകണത്. ഞാനെന്താ പറഞ്ഞത് അങ്ങോട്ട് മനസ്സിലാകുന്നില്ലായിരുന്നു. അങ്ങനെ തന്നെ അതിൻ്റെ അടുത്ത് കൊണ്ടുപോയി മൂസാക്കാനോട് ചിന്ത വെച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ ഈ ബോട്ടിൽ വന്നതിൽ വെള്ളം ഭക്ഷണമൊക്കെ തീർന്ന് അങ്ങനെ ഞങ്ങളുടെ ഇറങ്ങിയതാന്ന് പറഞ്ഞു. അങ്ങനെ ഇത് തർജ്ജമ ചെയ്ത് കൊടുത്തു ഈ മൂസാക്ക. അങ്ങനെ ഇതെന്നെ
കൊണ്ടുപോയിട്ട് അന്ന് ഷാർജയിൽ ഇപ്പോഴത്തെ അഹ്ലംബറ സിനിമ നിൽക്കുന്നതിൻ്റെ അവിടെ ചെറിയൊരു കൂര മണ്ണ് മണ്ണ് കണ്ട് ഉരുട്ടി ഉണ്ടാക്കുന്ന വീടാണ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയിട്ട് ഇത് എനിക്ക് ഈ മറ്റേ നമ്മളെ അന്നത്തെ ഇവിടെ ഇറാനി റൊട്ടി എന്ന് പറയും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്ത റൊട്ടി നട്ട് മതി. തന്ത റൊട്ടിയും പരിപ്പ് കറി ഇതൊക്കെ കൂടി തന്നു. വിശപ്പൊക്കെ മാറി എന്നോട് ഇരുന്നു പറഞ്ഞ് ഇതേമാതിരി ഒരു കന്തൂരിയും തന്നു. ആദ്യമായിട്ട് കന്തൂര ഇടുന്ന ആദ്യമായിട്ട് കന്തൂര. അത് കന്തൂര ഭയങ്കര കുറവായിരുന്നു. കാരണം ഇതിങ്ങനെ ഒന്നായിട്ടൊരു ഇതല്ലേ. അപ്പോൾ ഏതായാലും വേറെ ഇല്ലല്ലോ ഒന്നും ഉണ്ടായിരുന്നു. ഒരു പാൻറ്റും ഒരു ഷർട്ടും മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ബോട്ടിലുണ്ട്. പിന്നെ അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ആ നൃത്തം. പിന്നെ അതിൻ്റെ ഭർത്താവ് കുവൈത്തിൽ ജോലി കഴിഞ്ഞു. പിന്നെ ആൾ വന്ന് അങ്ങനെ വന്നതിൻ്റെ പണി ഇവിടെ നിന്നോ ഇങ്ങനെ അന്ന് ഇവിടെ ഇന്ത്യൻ്റെ പൈസയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിനുള്ള അന്ന് ഇവിടെ ശമ്പളമൊക്കെ കിട്ടും. എനിക്ക് അങ്ങനെ തന്നെ കുറേ കാലം പൈസയൊന്നുമില്ല. അന്ന് ഞാൻ വരുമ്പോൾ ഇന്ത്യൻ്റെ ശമ്പളം 100 രൂപ എനിക്ക് തരും. കുറേ കാലം ഒന്നുമില്ല ഇനി. അപ്പോൾ കറൻസി ഇന്ത്യൻ റുപ്പി ആയിരുന്നു അല്ല? ഇവിടെ വേറെ പൈസകളൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കന്ന് ഇന്ത്യൻ്റെ പൈസ തരില്ല. ഇന്ത്യൻ്റെ പൈസ ഇവിടെ കൂടുതലും കടയിൽ കൊടുത്താലും ഇന്ത്യ പൈസ സാധനം എടുക്കുകയും ഇന്ത്യൻ്റെ 300 രൂപയ്ക്ക് പണിയെടുത്ത് അങ്ങനെ കുറേ കാലം അവിടെ നിന്ന്. അപ്പോൾ എനിക്ക് പാസ്പോർട്ടും കാര്യമൊന്നുമില്ല. പുറത്തുകൊണ്ട് ഇറങ്ങലുമില്ല. പിന്നെ അവിടെ ഒരു മലയാളികളൊന്നും ഇല്ലാണ്. ഞാൻ അതിനുള്ളിൽ തന്നെ എപ്പോഴും. അങ്ങനെ കുറേ കാലം അങ്ങനെ നിന്ന് ഒരു 7 കൊല്ലം അവിടെ നിന്നു. പിന്നെ ഞാനിങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നത്. പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇങ്ങനെ ഈ കുറ്റിയാടിക്കാരൻ ഒരാളെ ഈ റോട്ടുമേലെ ഈ പെട്ടിയൊക്കെ വെച്ച് വെക്കണേ പണ്ടത്തെ കാലം ഈ കള്ളിപ്പെട്ടിയൊക്കെ വെച്ച് വെക്കുന്ന ഒരാളുണ്ട് കുറ്റിയാടിക്കാരന്. അങ്ങനെ അയാൾ പരിചയപ്പെട്ടു. അങ്ങനെ അയാൾ പറഞ്ഞ് ഇങ്ങനെ എന്നാൽ ശരിയാവില്ല, എനിക്ക് ഇനി നാട്ടിൽ പോകണ്ടേ, അങ്ങനെ പാസ്പോർട്ടൊക്കെ ഉണ്ടാക്കേണ്ടി ചോദിച്ചു. അപ്പോഴേ നമ്മളറിയുന്നത് പാസ്പോർട്ട് എന്താണ്. പാസ്പോർട്ട് എനിക്ക് അറിയില്ല എന്താ പാസ്പോർട്ട് എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ അങ്ങനെ പാസ്പോർട്ട് നാട്ടിൽ പോകാനും വരാനൊക്കെ ഉള്ളതാണ്. അങ്ങനെ നമ്മൾ അറബിനോട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഏതാണ്ട് അറബിയൊക്കെ പഠിച്ചു. അതൊക്കെ പെട്ടെന്ന് വേഗം പഠിച്ചു പോകുന്നു. ഇന്ത്യയെല്ലാം പഠിച്ചിരുന്നു തന്നെ. അറബിയും പഠിച്ച് അങ്ങനെ പാസ്പോർട്ട്. അപ്പോൾ അറബി അറിഞ്ഞ് ഈ ഒരു പണിയെടുക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് റെഡിയാക്കി പറഞ്ഞു. അങ്ങനെ അന്നൊരു ഗൾഫ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ജുമാൽ മജീദ് ഒക്കെ നമ്മളെ ഓറിയൻ്റ് ഇതൊക്കെ നടക്കുന്ന ചാർജ് ചെയ്യുന്നു. അപ്പോൾ ഒരു പ്ലൈവുഡൊക്കെ വെച്ച് കെട്ടിയിട്ട് റൂമിൽ അവിടെ പോയിട്ട് ഒരു ഫോട്ടോ എടുത്ത് എന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് നാട്ടിൽ അയച്ചത്. ഫോട്ടോ എടുക്കാതെ തന്നെ മീശിൻ താടിയൊക്കെ വരച്ചുണ്ടാക്കിയിരുന്നു. സ്റ്റുഡിയോക്കാരൻ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തതിനാണ്. അങ്ങനെ അയാൾ നെഗറ്റീവ് നാട്ടിൽ അയച്ചിട്ട് നാട്ടിൽ നിന്ന് ഫോട്ടോ എടുത്ത് അന്ന് മദ്രാസിൽ പാസ്പോർട്ട് ഉണ്ടാക്കലും. അങ്ങനെ മദ്രാസിൽ പാസ്പോർട്ട് ഉണ്ടാക്കിയിട്ട് നമ്മളെ പുരയെ കൊണ്ടുവച്ച്. അങ്ങനെ നമ്മൾ ഈ അറബി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുവൈത്തിലും അവിടെ ഇവിടെയൊക്കെ ഇയാൾ ഉരുള പണിയാണോ. അങ്ങനെ പല സ്ഥലത്തും പോകുമ്പോൾ ഞാൻ പോയിക്കൊണ്ട് ഒരു ദിവസം അയാൾ ടൂർ പോകാമെന്ന് പറഞ്ഞിട്ട് കോഴിക്കോട് പോയതാണ്. അപ്പത്തിന് ഞാനൊരു പാസ്പോർട്ടൊക്കെ കിട്ടിയൊക്കെ റെഡി ആയപ്പോഴത്തേന് ഒരു 8-9 കൊല്ലമായിരുന്നു. അപ്പത്തിന് 9 കൊല്ലം ഒരു അഡ്രസ്സും ഇല്ല, വീടുമായിട്ടൊരു ബന്ധമില്ല. വീട്ടുകാർ എവിടെയാണെന്ന് പോലും അറിയത്തില്ല, ഒരു വീട് പോയെന്ന് മാത്രം അറിയാം. അങ്ങനെ പോയെന്നറിയാം. അങ്ങനെ ഒരു കുറേ തിരഞ്ഞു നടക്കും, കാണില്ല, ആളിങ്ങനെ കാണാതായതാണല്ലോ. അങ്ങനെ നടന്നത്. പിന്നെ അപ്പോൾ ഒരു 9 കൊല്ലം കഴിഞ്ഞ ദിവസമാണ് ഈ അറബി. അതിന് മുമ്പ് ഈ അറബി പോണതിന് മുമ്പ് നമ്മൾ കത്ത് അയക്കുന്നുണ്ട്. ഈ കുറ്റാടിക്കാരനാണ് ഈ കത്ത് ഓൻ എഴുതും, എനിക്ക് എഴുതാൻ അറിയില്ല. അപ്പോൾ ഓനോട് ഞാനിങ്ങനെ ഓനോട് ചോദിക്കും, നാട്ടിൽ കത്തയക്കേണ്ടി ചോദിക്കും. അപ്പോൾ ഓൻ തന്നെ ഓൻ കടലാസിൽ എഴുതും, ഓൻ തന്നെ പോസ്റ്റ് ചെയ്യും. അങ്ങനെ ആയിട്ട് അയക്കലേ. അപ്പോൾ ജീവിച്ചിരിപ്പെടുന്ന വീട്ടുകാർക്ക് മനസ്സിലായി. അത് കത്ത് ഇവിടുന്ന് കിട്ടണമെങ്കിൽ 40 ദിവസം കഴിയണം. ഇവിടുന്ന് ബോംബെ പോയി മദ്രാസ് പോയി അതിലൊക്കെ തിരിച്ചു വന്ന് അങ്ങനെ വരുമ്പോഴത്തേക്കും കിട്ടും. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കത്ത് കിട്ടും. പിന്നെ കുറേ കഴിഞ്ഞാൽ ആദ്യം ശമ്പളമൊന്നും ഇല്ല. 2-3 കൊല്ലം പൈസ ഒന്നും തരില്ല. ഞാൻ ഭക്ഷണമായിട്ട് ഇങ്ങനെ കഴിഞ്ഞല്ലേ. ഇനി 3-4 കൊല്ലം കഴിഞ്ഞ പൈസ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പൈസ ഇങ്ങനെ കൂട്ടി വെക്കും. അറബി എടുത്തപ്പോൾ അങ്ങനെ വെക്കും, എനിക്ക് തരും, ഞാൻ ഒരു ദിവസം വെക്കും. അങ്ങനെ കുറേ കഴിഞ്ഞ് വന്ന് ബ്രിട്ടീഷ് ബാങ്ക് തന്നെ ബാങ്ക് ഉണ്ടായിരുന്നു ഷാർജയിൽ. ആ ഷാർജയിൽ എന്നെയും കൊണ്ട് പോകാനാണ് പോയിട്ട് നാട്ടിൽ അയച്ചു. അന്ന് ഇവിടുത്തെ 500 ഉറുപ്പിക എടുത്ത് 5,000 ഉറുപ്പിക. അങ്ങനെ 5-6 മാസം പൈസ കൂടി നാട്ടിലേക്ക് അയച്ചു കൊടുത്ത് അങ്ങനെ ഇപ്പം ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്നായി. പിന്നെ കുറേ ഒരു കൊല്ലം കൂടി കഴിഞ്ഞ ദിവസമാണ് ഈ അറബി പോകുന്നത്. അറബി കോഴിക്കോട് മഹാറാണി ഹോട്ടലിൽ പോയി താമസമായി. അവിടുന്ന് ഒരാളെയും കൂട്ടിയിട്ട് എൻ്റെ വീട്ടിൽ പോകും. ഞാൻ എൻ്റെ അഡ്രസ്സും പേരൊക്കെ പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഇതിന് ഏതാണ്ട് നമ്മൾ കത്ത് എഴുതിയ അഡ്രസ്സും പേരും കൊടിയത്തൂരാണ് എന്നുള്ള ഇതൊക്കെ പേരും അഡ്രസ്സ് ഇന്ന സ്ഥലത്ത് വണ്ടി ഇറങ്ങിയാൽ ഇതൊക്കെ ഉള്ള പഠിച്ചു വെച്ചു. ഈ അഡ്രസ്സും കൊടുത്ത് മൂപ്പര് പോയി. അപ്പം നമ്മളവിടെ കടവിൽ നമ്മളെ അയൽവാസി തന്നെ ഒരു നീക്കാക്കാന്ന് പറഞ്ഞ ഒരാളുണ്ട്. കടവാട്ട് അയാൾ മീൻ പിടിക്കുന്ന പണിയാണ് വീട്ടിൽ. അപ്പോൾ ഈ അറബി പോകുമ്പോൾ ഞാൻ തോന്നിട്ട് നമുക്ക് അന്നൊക്കെ ഈ വെളുപ്പിൽ തുണിയും ഡ്രസ്സും ഒക്കെ ഭയങ്കര ഇതല്ലേ. ഞാൻ കുറേ വീട്ടുകാർക്ക് കുറച്ച് വാച്ചും കുറച്ച് ഡ്രസ്സും അതൊക്കെ കൂടി ഒരു വലിയ കട്ടാക്കി അറബി അറിഞ്ഞുകൊണ്ട് എന്ത് വേണമെങ്കിലും വാങ്ങിക്കോ ഞാൻ കൊണ്ടുപോയിക്കോളാം അറിഞ്ഞു. അങ്ങനെ കുറേ അതും ഇതൊക്കെ കൂടി ഞാൻ വാങ്ങിയ വലിയ കട്ടാക്കി അറബീൻ്റെ അടുത്ത് കൊടുത്തു. അങ്ങനെ ഈ അറബി കെട്ടുമായിട്ട് പോയിട്ട് ഈ പുഴയിലെത്തുമ്പോൾ പുഴയിൽ കടവിൽ നീക്കാക്കനെ കണ്ട. അപ്പോൾ അയാൾ മലയാളത്തിൽ വെച്ച് വേറെ ഒരാൾ തർജ്ജമ ചെയ്യാൻ പോയി ഞാൻ മാറാടിയിൽ നിന്ന്. അയാൾ വെച്ച് അപ്പോൾ ഇത് കടവിൽ അങ്ങോട്ട് കടത്തി. അപ്പോൾ അറബി അയാൾക്ക് നല്ലൊരു സംഖ്യയും കൊടുത്തിരുന്നു. കടവാട് കടന്ന പാടിന് ഇയാളെന്ത് പറഞ്ഞ്
പഴയ കാലത്ത് ഈ മക്കത്തൊക്കെ പോയിട്ട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പഴയ ഡ്രസ്സും കാര്യമൊക്കെ തിരിച്ച് നമ്മളെ പുരയിലേൽപ്പിക്കും. ഓ ഹജ്ജിന് പോണവരെ പണ്ട് നടന്നു പോകുന്ന പല വെക്കുമ്പോൾ തിരിച്ച് നാട്ടിലേക്കല്ലോ. അപ്പോൾ ഇയാൾ പറഞ്ഞവിടെ നിർത്തി, ഞാൻ മരിച്ചു പോയിട്ടുണ്ട്. മരിച്ച പെട്ടിയും സാധനങ്ങളുമായിട്ട് അറബി തിരിച്ചു തന്നതാണ്. ഇയാൾ ഒരാളോട് പറഞ്ഞ പോലെ നാടാകെ പരന്നു മൊത്തം. അങ്ങനെ കാരണം വലിയ പെട്ടിയല്ലേ സാധനം ഇതൊക്കെ കൂടിയായപ്പോൾ ഇയാൾ നാട്ടുകാർ വിചാരിച്ചു ആ ശരി തന്നെയാണ്, അറബിയാണല്ലോ വരുന്നത്. വേറെ ഒരു മലയാളി കൊണ്ടുവരികയാണെങ്കിൽ നാട്ടുകാർ വിചാരിച്ച് കൊണ്ടുവന്ന് വാങ്ങിയില്ല, ഇതൊരു അറബി വരികയാണ്. അപ്പം മരിച്ചെന്ന് ഉറപ്പായി. അപ്പം നമ്മുടെ നാട്ടിൽ അതിന് വേണ്ട ചടങ്ങുകളൊക്കെ ചെയ്തു. നാട്ടിൽ അതിനുള്ള യാസീനോദും നമ്മുടെ നാട്ടിൽ അതിനുള്ള പരിപാടികളൊക്കെ അത് കഴിഞ്ഞ് ഞാൻ പോവുകയും ചെയ്തു. പക്ഷെ നമുക്കത് തിരിച്ച് പറഞ്ഞു കൊടുക്കാനൊന്നും ഒരാളില്ല അവിടെ. ഇയാൾ നേരെ വീട്ടിൽ ചെന്ന് അപ്പോൾ അവിടുന്ന് ആരോ 2 ഇളനിയും വെട്ടി കൊടുത്ത് അതും കുടിച്ച് ഒരു തിരിച്ചു പോന്നില്ല. അപ്പം വീട്ടിൽ നിന്ന് പാസ്പോർട്ട് വെച്ച്. പാസ്പോർട്ട് ചോദിച്ചാൽ ഇവർക്ക് അറിയില്ലല്ലോ പാസ്പോർട്ട്, ഞാൻ ജീവിച്ചിരുന്നിട്ടാണ് പാസ്പോർട്ട്, മരിച്ചിട്ട് കൊണ്ടുപോകായിരുന്നു വിചാരിച്ചു. ഒരു പാസ്പോർട്ട് ചോദിച്ചാൽ ഞാൻ പാസ്പോർട്ടും കൊടുത്ത് അറബി അപ്പം തന്നെ പോരുകയും ചെയ്തു. അപ്പം ഞാൻ മരിച്ചു പോവുകയും ചെയ്ത് പാസ്പോർട്ട് അറബിൻ്റെ കയ്യിലുമായി അറബിയോട് പോകുന്നു. പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ അറബി അവിടെ എത്തി. അങ്ങനെ എന്നോട് പറഞ്ഞു ഈ നാട്ടിൽ അർജൻറ്റായിട്ട് പോകണം എന്നൊക്കെ. അങ്ങനെ ആദ്യമായിട്ട് നാട്ടിലേക്ക് പോകുന്ന ആ സമയത്ത് ഫസ്റ്റിൽ അങ്ങനെ അവിടെ വന്ന് പിന്നെ അയാൾ അന്ന് ഇവിടെ എത്ര 10 ഉറുപ്പ്യായിട്ടാണ് സ്റ്റാമ്പ് വിസ അടിക്കണേന്. അപ്പോൾ ഇയാൾ ശരിയാക്കി വിസ അടിച്ച് അന്ന് ഇയാളിനെ എയർപോർട്ട് കൊണ്ടുവന്ന് അന്ന് ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറി ആദ്യമായിട്ട് ഫ്ലൈറ്റ് കയറുകയാണ്. നേരെ കൊണ്ടുപോയി എയർപോർട്ടിൽ നിന്ന് ബോംബെക്ക് വരണം. ബോംബെയിൽ നിന്ന് പിന്നെ അവിടുന്ന് ബസ്സിന് നാട്ടിലേക്ക് പോയി. അങ്ങനെ 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 3-4 ആദ്യമായിട്ട് നാട്ടിലെത്തിയപ്പോൾ നാട്ടുകാർ അന്തം വിട്ടുപോയി. ഞാനിങ്ങനെ എന്ന് അവിടെ നമ്മളെ പോയതിൻ്റെ കര വന്ന് പിന്നെ അക്കരാളിലെ വെള്ളമുള്ള സമയം നീന്താൻ പറ്റാൻ കുറച്ച് തടിമണ്ണൊക്കെ വെച്ച് നീന്താനൊരു പേടിയും. അപ്പോൾ അന്ന് വേറെ 1-2 ആൾ വെച്ച് തോണിയൊക്കെ പറ്റി അങ്ങനെ അക്കരെ പറ്റി. അപ്പോഴാണ് ആൾക്കാർ ഇന്നെ അറിയുന്നത് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. വീട്ടുകാരും ആകെ ഇതായില്ലേ, കാരണം ഇത് പെട്ടെന്ന് ഷോർട്ടായി വരും. കാരണം അയാളുടെ വരലും പിന്നെ ഇതിൻ്റെ വിസ അടിക്കലും ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നാട്ടിൽ പോയാലും പിന്നെ കത്തൊന്നും ഞാൻ അയച്ചിട്ടുമില്ല. ഒരു കത്തെങ്കിലും അയച്ചാൽ ജീവിച്ചിരിപ്പില്ലെന്ന് അറിയാം. അങ്ങനെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഉമ്മായും പാപ്പയൊക്കെ കാണുമ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഒരു പ്രതികരണം? പെട്ടെന്ന് ഇങ്ങനെ അത് കാണുമ്പോൾ ഞാൻ തന്നെ വേണമെന്ന് അവർക്കൊരു ഡൗട്ട് ഉണ്ടാവും. പിന്നെ ഈ വർത്താനം കാര്യം ഈ സാധനങ്ങളും ഇതൊക്കെ കൂടി കണ്ടാൽ പിന്നെ അങ്ങ് ഇതായി. കാരണം നല്ല നമ്മളന്ന് നല്ല ഫ്രൂട്ട് സ്പ്രേയും ഇതും കുറേ വാച്ചും സാധനവും പച്ചക്കുപ്പിയിലുള്ള ഫ്രൂട്ടായിരിക്കും ഒരു ചങ്ങലൊക്കെ കൊടുക്കുക ഒറിജിനൽസും ഇതും. പിന്നെയാണ് നല്ല പഴയ കാലത്ത് ഞാനവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ നമുക്ക് ഷർട്ടൊന്നുമില്ല. കാരണം ആകെ ഇങ്ങനെ കന്തോലുന്ന ചെറിയ ഒരു കുപ്പുണ്ടാവും, അതിന് 10-50 ഉന്നും ഉണ്ടാവും, ഒരു കളി തുണിയും ചെറിയ. അങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ നല്ല ടോപ്പിലല്ലേ ചെല്ലുന്നത്. അങ്ങനെ എത്ര നാൾ വീട്ടിൽ നിന്നായിരുന്നു? അങ്ങനെ ഞാനൊരു 1.5 മാസം വീട്ടിൽ നിന്ന്. അപ്പം വീട്ടിൽ നിന്നാൽ പൈസ കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഉള്ള പൈസ എല്ലാം കൂടി നമ്മൾ ആ കുടുംബവും കാര്യങ്ങളൊക്കെ കൂടി ആയിട്ട് ഇങ്ങനെ അങ്ങനെ അടിച്ചു പൊളിച്ച് എല്ലാവരുമായിട്ട് നല്ല ഉസാറായിട്ട് അടിച്ചു. അപ്പം നമ്മൾ 3 സെൻറ്റ് ഭൂമി അവിടെ ഉള്ളൂ. പിന്നെ ആ വീട് നന്നാക്കലും ഇങ്ങനെ കൂലിയായി വീടിൻ്റെ ചോർച്ചടക്കലും കൂടുക അങ്ങനത്തെ കൂലിയായിട്ട് ആ പൈസ തീർന്നു. പൈസ തീർന്നാൽ പിന്നെ ഞാൻ വേഗം ഇങ്ങോട്ട് പോന്നു. ഇങ്ങോട്ട് പോന്നിട്ട് പിന്നെ ഈ അറബിൻ്റെ ഗൗരവത്തിൽ മറ്റുള്ള അനിയന്മാരെയും ഇങ്ങനെ ഞാൻ എവിടെ വായിച്ചു ഏകദേശം 3000-ഓളം നാട്ടുകാരെ ഇവിടെ എത്തിക്കാൻ. അവിടുന്ന് തുടങ്ങി ഈ വിശപ്പകറ്റാൻ വേണ്ടി ചരിത്രത്തിൻ്റെ വലിയൊരു പുഴ നീന്തി കയറി ഇവിടെ എത്തി. ഈ നാട് അങ്ങേക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും തന്നു. കൊട്ടാരം വരെ എത്താനുള്ളൊരു ഭാഗ്യം പടച്ചവൻ്റെ ഭാഗത്ത് ഉണ്ടായി. ഈ മണലിൽ ചവിട്ടിയ ശേഷം പട്ടിണി കളഞ്ഞില്ല ഈ നിമിഷം വരെ. അപ്പം നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ ഒരുപാട് പേരെ കൊണ്ടുവന്നു. ഫസ്റ്റ് തന്നെ അനിയമനെ കൊണ്ടുവന്ന് പിന്നെ നമ്മളെ അയൽവാസികളെ നാട്ടുകാർ എന്നൊക്കെ ഉള്ള കൊടിയത്തൂർ. അതായത് കൊടിയത്തൂർ ഞങ്ങളെ ഈ താഴമുറി എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു പറ്റ പാവങ്ങൾ ഒഴിവാക്കിയ, അത് വലിയ വലിയ പണക്കാരൊക്കെ ഭാഗത്തുള്ള ഞങ്ങൾ ഒഴിവാക്കിയൊരു ഭാഗമാണ്. ഇന്ന് ഞങ്ങൾ താഴമുറി എന്നാണ് ഏറ്റവും വലിയ. എന്തെങ്കിലും ഒരു പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ഫസ്റ്റിൽ ഞങ്ങൾ താഴമുറിയാണ് എന്ന് പറയുള്ളൂ. കാരണം എല്ലാവരും പൈസക്കാരാണ്. ദുബായിൽ ആദ്യമായിട്ട് കണ്ട വലിയ കെട്ടിടം ഏതായിരുന്നു? വലിയ കെട്ടിടം നമ്മൾ ഇതിനെ ട്രേഡ് സെൻ്ററാണ്. കുറേ നാളൊരു അമ്പരചുംബിയായിട്ട് തന്നെ അത് ഇരുന്നു. ആ ട്രേഡ് സെൻ്റർ കാണുന്നതാണ് ഒരു വലിയൊരു കാഴ്ച തന്നെയായിരുന്നു. അത് ഉണ്ടാക്കുന്നത് അന്ന് തന്നെ നമ്മൾ പോയി നോക്കും. എങ്ങനെ പൊന്തി പോവല്ലേ. അത് കഴിഞ്ഞ പിന്നെ ഇവിടെ ആയത്തേജൻസി നമ്മുടെ മീൻ മാർക്കറ്റിൻ്റെ അവിടെ ഇതൊക്കെ നടന്നു പോകല്ലേ, അതൊക്കെ നടന്നു പോകുന്നു. ഈ പണ്ടത്തെ കാലത്തെ ഈ കത്തുകളിലൂടെ ആയിരുന്നല്ലോ കൂടുതലും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഫോൺ എന്ന് പറഞ്ഞൊരു സമ്പ്രദായത്തിൻ്റെ ഫോൺ ഉണ്ടായി. പിന്നെ നമ്മളിത് കുറച്ച് കാശും കാര്യമൊക്കെ നമ്മളിതൊക്കെ നമ്മളെ മുക്കം പുരോഗമന മുക്കം പോസ്റ്റ് ഓഫീസിൽ ഫോണുണ്ടായിരുന്നു. അപ്പം നമ്മൾ കത്തിലെഴുതും. കത്തിലെഴുതിയിട്ട് ഇന്ന ദിവസം ഇന്ന ടൈമിന് നമ്മൾ വിളിക്കുമെന്ന് അറിയും. അങ്ങനെ ഇവിടെ രാവിലെ നമ്മൾ പോയി അവിടെ വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ലൈനിൽ കിട്ടുമ്പോൾ അവിടെ എൻഗേജ് ആയിരിക്കും.
കുറേ ആളുകളുണ്ടായിരിക്കും. കുറേ ആൾക്കാരുണ്ടാവും. അങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വാപ്പ കാത്തുക്കും. വൈകുന്നേരം 5 മണിയാകുമ്പോൾ പോസ്റ്റ് ഓഫീസ് അടക്കും, തിരിച്ചു പോരും. ചില സമയത്ത് കിട്ടിയാൽ ക്ലിയർ ഉണ്ടാവില്ല, ചില സമയത്ത് കിട്ടും. എങ്കിലും വളരെ തുച്ഛം സംസാരിക്കാനേ കഴിയുള്ളൂ അന്നത്തെ കാലം. കത്ത് തന്നെ കൂടുതലും. നാട്ടിലെ ഈ ടൈം ഡിഫറൻസ് അന്നറിയാൻ പറ്റുമായിരുന്നോ? അപ്പോൾ ഈ കത്തിൽ എഴുതുമായിരുന്നു. അപ്പോൾ ഇവിടുത്തെ 10 മണി എന്ന് പറഞ്ഞാൽ നാട്ടിലെ 11:30 മണിയാവും. അത് ഞാൻ കത്തിൽ എഴുതിയൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പോൾ ഈ നാടും ഇതും തമ്മിലുള്ള ഈ സമയ വ്യത്യാസമൊക്കെ മനസ്സിലാക്കുന്നത് ഇവിടെ വന്ന് കുറച്ചാൾ കഴിഞ്ഞിട്ടായിരിക്കും. ആദ്യത്തെ ദിവസമൊന്നും അറിയത്തില്ല, മുമ്പ് എന്താണെന്ന് അറിയില്ല, ഒന്നും അറിയില്ല. നാടും കൂടെ ഒന്നും ബന്ധമില്ലല്ലോ. ഇവിടെ വന്ന ദിവസമാണ് എല്ലാം പഠിക്കുന്നത്. അന്ന് ആദ്യമായി കൈപിടിച്ചുകൊണ്ട് പോയ ആ അറബി സ്ത്രീ അവരിപ്പം ജീവിച്ചിരിക്കില്ല. അവരിപ്പം മരിച്ചിട്ട് ഒരു 10-20 കൊല്ലത്തോളമായി. അവർ ആ വീട്ടിൽ പോകാറുണ്ടോ? ഞാൻ അതിൻ്റെ വീട്ടിൽ ഇങ്ങനെ ബാലൻസ് ഉള്ളവരുണ്ട് ഇപ്പോൾ. പിന്നെ നമ്മളെ പാസ്പോർട്ട് ഉണ്ടെന്ന ആൾ മരിച്ചുപോയി. അവിടെ ഞാൻ അയാൾ മരിക്കണവരെ ആളൊരു ബന്ധമുണ്ടായി. ഹാജി മസ്താനെ പിന്നെ എപ്പോഴെങ്കിലും കാണാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഞാൻ അവിടുന്ന് ബോംബെ നിന്ന് ലാസ്റ്റ് പോരുന്നത് അവർ തന്നെ. ഈ നാട്ടിലേക്ക് പിന്നെ പോകാറുണ്ടോ? ആ നാട്ടിലേക്ക് പിന്നെ അവിടെ തന്നെ നിന്ന് കുറേ കാലം പോവും വരും. പിന്നെ എത്ര മക്കളാണ് താങ്കൾക്ക്? എനിക്ക് മൊത്തം 6 മക്കളുണ്ട്. 6 ആൺകുട്ടികളാണ്. 6 ആൺകുട്ടികളാണ്. അത് വലിയ മോന് BSc നഴ്സിംഗായി അബുദാബിയിൽ അടുക്കോല് ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തവന് ഇവിടെ എൻജിനീയറാണ്. മൂന്നാമത്തവൻ ഇവൻ എൻജിനീയറാണ്. നാലാമത്തവൻ പർച്ചേസിൽ ഇവൻ ചെറിയവനും. അഞ്ചാമത്തവൻ സ്കൂളിൽ പോകണം. 6ാമത്തവൻ ഇവിടെ കിടന്ന് തച്ചി പൊട്ടിക്കുന്നുണ്ട്. അപ്പോൾ 6 ആൺകുട്ടികളുണ്ട്. 6 ആളുകൾ എൻ്റെ കൂടെ. ഈ 43 വർഷം ഇക്കയോടൊപ്പം തന്നെയാണ് UAE വളർന്നതെന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ UAEയോടൊപ്പം താങ്കൾ വളർന്നെന്ന് പറയാം. താങ്കളുടെ ഈ ജീവിതയാത്ര സഫലമാണ്. 100%. കാരണം ഇവിടെയുള്ള അറബികളെ കൂടിയോടുകൂടി ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്ന് കാല് കുറ്റാ നിമിഷം മുതൽ ഈ നിമിഷം വരെ പട്ടിണി കിടന്നിട്ടില്ല. അപ്പോൾ ഈ യാത്ര വളരെ സഫലമാണ്. വളരെ സഫലം. ഇവിടെ വന്നിടത്തോളം 100% സർവേശ്വരൻ വീണ്ടും ഒരുപാട് അനുഗ്രഹങ്ങൾ തരുമാറാവട്ടെ. ഈ സഫലമീ യാത്ര എന്ന പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെയേറെ സന്തോഷം.